അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നുള്ളാറുൽ മദ്ഹബ് എന്ന പണ്ഡിത വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ആരാണ് ഈ നുള്ളാർ എന്നത് ചെറിയ രൂപത്തിൽ പറയാം. നമ്മൾ താരീഖുൽ മദ്ഹബ് പഠിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, അതിൽ രചന നടത്തിയവരെല്ലാം അല്ലെങ്കിൽ പണ്ഡിതന്മാരെല്ലാം ഒരു മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഗണങ്ങളെ, വിഭാഗങ്ങളെ എണ്ണിയതായി കാണാം. തൊബക്കകളെ, മുജ്തഹിദ്, മുസ്തഖില്, മുജ്തഹിദ്, ഫത്വ, തർജീഹ് തുടങ്ങിയിട്ടുള്ള പല വിഭാഗം പണ്ഡിതന്മാരെയും എണ്ണിയത് കാണാം. ശേഷം വരുന്ന മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരെല്ലാം തങ്ങളുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെയും ഒരു വിഭാഗത്തിൽ പെടുത്തിയതായി കാണാം. അത്തരത്തിൽ പിൽക്കാലത്ത് വന്ന താരീഖുൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഭാഗമാണ് നുള്ളാർ ഫിൽ മദ്ഹബ്. നമ്മുടെ ഫവായിദ് മക്കിയ, മത്ലബുൽ ഈഖാദ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഫുഖഹാക്കളുടെ വിഭാഗങ്ങളെ എണ്ണുന്ന സമയത്ത് നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും ശേഷം എണ്ണുന്ന ഒരു വിഭാഗമാണ് അൻ-നുള്ളാർ ഫിൽ മദ്ഹബ്. കൽ ഇസ്നവി വ അംസാലിഹി, മഹാനായ അബ്ദുറഹീമുൽ ഇസ്നവി തങ്ങളെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അതേ പണി, അദ്ദേഹത്തിൻ്റെ ഏകദേശം അതേ ഡ്യൂട്ടി ചെയ്തിരുന്ന കുറേ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ ഒരു വിഭാഗത്തിലായി എണ്ണുകയാണ് അൻ-നുള്ളാർ. ഇവരുടെ യഥാർത്ഥത്തിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഖിദ്മത്ത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, മഹാനായ നവവി ഇമാമിൻ്റെയും മഹാനായ റാഫി ഇമാമിൻ്റെയും ഗ്രന്ഥങ്ങളെ ഇഴകീറി പരിശോധിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ആ രൂപത്തിൽ കൂടി അവരുടെ ഖിദ്മത്തുകൾ പുറം ലോകത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്നവി ഇമാമ്, അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള കുറച്ച് പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരെയാണ് നുള്ളാർ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ശേഷം വന്ന പണ്ഡിതന്മാർ, മറ്റു ഗവേഷകന്മാരൊക്കെ പരിചയപ്പെടുത്തിയതായിട്ട് കാണാം. അതേസമയം നുള്ളാർ എന്ന് പറഞ്ഞാൽ മഹാനായ നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും ശേഷം അവരുടെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി വന്ന എല്ലാ രചനകൾ നടത്തിയവരെയും നുള്ളാറായി പരിഗണിക്കപ്പെടുന്നവരുമുണ്ട്. അൽ മുഅ്തമദ് ഇൻദ ശാഫിഇയ്യ എന്ന പഠനത്തിലൊക്കെ ഉമർ അബ്ദുൽ ഖാഫ് അവരൊക്കെ കൊണ്ടുവരുന്നത് ഈ രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ മഹാനായ റംലി ഇമാമ്, ഷംസുദ്ദീൻ റംലി, ഷിഹാബുദ്ദീൻ റംലി, അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി, ഇവരൊക്കെ നുള്ളാറിൻ്റെ അല്ലെങ്കിൽ അവരൊരു ഹാത്തിമയായിട്ട് എണ്ണപ്പെടുന്നു എന്ന രൂപത്തിലൊക്കെ. നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ നവവി ഇമാമിൻ്റെ ശേഷം, അതിൻ്റെ തൊട്ടുശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കിയ പണ്ഡിതന്മാരെ കുറിച്ചാണ്. അവരെ പലയിടത്തും മുഖ്താറൂൻ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയതായിട്ടും നേരത്തെ പറഞ്ഞ അൽ മുഅ്തമദ് ഇൻദ ശാഫിഇയ്യ എന്ന കിതാബിൽ കാണാം. മഹാനായ അഹ്മദ് ബിൻ ഷത്താദ് ദിമ്യാത്തി ഇയാനത്ത് ത്വാലിബീനിൽ മുഖ്താറൂൻ എന്ന പേരിൽ ഇവരെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇയാനത്ത് ത്വാലിബീനിൽ ഫതഹുൽ ജവാദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ അൽ മുഖ്താറൂൻ എന്ന് ഇവരെ കുറിച്ച് കാണുന്നു. ജംഇന്റെ മസ്അല ചർച്ച ചെയ്യുന്നിടത്ത് മറലിന് വേണ്ടി ജംആക്കാൻ സാധിക്കുമോ, ജായിസാകുമോ എന്നിടത്ത് നവവി ഇമാമിൻ്റെയും മദ്റഈ ഇമാമ്, സർക്കശി ഇമാമ്, ഇസ്നവി ഇമാമ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ എല്ലാം ഉദ്ധരിച്ചിട്ട് ഈ പണ്ഡിതന്മാരെ മുഖ്താറൂൻ എന്ന രൂപത്തിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഫതഹുൽ ജവാദിൽ പരിചയപ്പെടുത്തിയതായത് കാണാം. അപ്പോൾ ഈ നുള്ളാർ എന്ന് പറഞ്ഞാൽ ഇവർ മുഖ്താർ, പല രൂപത്തിൽ ഇവർ അറിയപ്പെട്ടു. ഇനി ഇവരുടെ സേവനങ്ങൾ എന്തായിരുന്നു, ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇവരിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇതിലൊരു പണ്ഡിതനായിരുന്നു നമ്മളൊക്കെ പരിചയപ്പെട്ട മഹാനായ തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങൾ. തഖിയുദ്ദീൻ സുബ്കി തങ്ങൾക്ക് അൽ ഇബ്തിഹാജ് ഫി ശർഹിൽ മിൻഹാജ്, മഹാനായ നവവി ഇമാമിൻ്റെ മിൻഹാജ് ത്വാലിബീൻ്റെ ഒരു ഷർഹായിട്ട് അൽ ഇബ്തിഹാജ് എന്ന ഗ്രന്ഥം കാണാവുന്നതാണ്. അതിൽ റാഫി ഇമാമിൻ്റെയും നവവി ഇമാമിൻ്റെയും അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വിശിഷ്യ നവവി ഇമാമിൻ്റെ മേൽ ഇസ്തിദ്ലാഖ് ചെയ്യുന്നതായിട്ടും ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ
മകനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങൾ, അദ്ദേഹം തസ്ഹീഹു തർജീഹിൽ ഖിലാഫ് എന്ന പേരിൽ ഒരു മൻളൂമത്ത് രചിക്കുന്നുണ്ട്, ഒരു കവിത. അതിൽ തൻ്റെ പിതാവ് തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങൾ റാഫി ഇമാമിനും നവവി ഇമാമിനും എതിരെ തർജീഹാക്കിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള, അത് മാത്രം പ്രതിപാദിക്കുന്ന ഒരു മൻളൂമത്താണ് തസ്ഹീഹു തർജീഹിൽ ഖിലാഫ്. ആ മൻളൂമത്തിനെ മഹാനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങൾ വിശാലമായിട്ട് ഒരു ഗ്രന്ഥരൂപത്തിൽ എഴുതുകയും ചെയ്തു. അതാണ് തർശീഹു തൗശീഹ് എന്ന ഒരു ഗ്രന്ഥം. അതും ബൃഹത്തായ ഒരു ഗ്രന്ഥം. അതിൽ തൻ്റെയും വിശിഷ്യ പിതാവിൻ്റെയും തസ്ഹീഹുകൾ അല്ലെങ്കിൽ ഇഖ്തിയാറാത്ത് കൊണ്ടുവരുന്ന ഒരു കിതാബാണ്. മാത്രമല്ല അതുപോലെ തന്നെ തൗശീഹ് അല തംബീഹ് വത്തസ്ഹീഹ് എന്ന പേരിൽ മഹാനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങളുടെ സ്വന്തമായിട്ടുള്ള കിതാബുമുണ്ട്. തർശീഹു തൗശീഹ് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് അത് പിതാവിൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചതായിരുന്നു. അത്തൗശീഹ് എന്ന ഗ്രന്ഥം തൻ്റെ ഇഖ്തിയാറാത്ത് വിശിഷ്യ ഉൾക്കൊള്ളിച്ച ഒരു ഗ്രന്ഥമാണ് മഹാനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തങ്ങളുടെ. പിന്നെ അതുപോലെ തന്നെ ആ ഗണത്തിൽ വരുന്ന എണ്ണപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മഹാനായ ശിഹാബുദ്ദീൻ അദ്റായി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മിൻഹാജിൻ്റെ ഷറഹ്, ഖൂത്തുൽ മുഹ്താജ്, ഗുനിയത്തുൽ മുഹ്താജ്, വിശിഷ്യ അദ്ദേഹത്തിൻ്റെ ഇസ്തിദറാക്ക് കൊണ്ടുവരുന്ന കിതാബാണ് അത്തവസ്സുത് വൽ ഫത്ഹ് ബൈന റൗളത്തി വശർഹ് എന്ന ഒരു കിതാബ്. നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കും. വിശിഷ്യ റൗളയിലെ ഇസ്തിദറാക്ക്, റൗളയിലെ അഭിപ്രായങ്ങളുടെ മേൽ ഇസ്തിദറാക്ക് ചെയ്യുക എന്നതാണ് അദ്ദേഹം അതിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യം. മറ്റൊരു പണ്ഡിതനാണ് ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ. ബദറുദ്ദീൻ സർക്കശി നമ്മുടെ ഇസ്നവി ഇമാമിൻ്റെ, ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ നുള്ളാറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇഖ്തിയാറാത്ത്, ഇസ്തിദറാക്കാത്ത്, താഖുബാത്തിനെ മുന്നിട്ടിറങ്ങിയ പണ്ഡിതനാണ് മഹാനായ അബ്ദുറഹീമുൽ ഇസ്നവി റഹിമഹുല്ലാ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ കാഫിൽ മുഹ്താജ് എന്ന ഒരു കിതാബുണ്ട്, മിൻഹാജിൻ്റെ ഷർഹ്, മിൻഹാജു ത്വാലിബീൻ എന്നതിൻ്റെ ഷർഹായിട്ടുള്ള കാഫിൽ മുഹ്താജ്. ആ കാഫിൽ മുഹ്താജിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് മഹാനായ ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ തങ്ങളാണ്. അതിലും അദ്ദേഹം നവവി ഇമാമിനെതിരെ, റാഫി ഇമാമിനെതിരെ ഇസ്തിദറാക്കാത്ത് ചെയ്യുന്നതായി കാണാം. മറ്റൊന്ന് ഖാദിമുശ് ശർഹി വർ-റൗള എന്നൊരു കിതാബ് മഹാനായ ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ തങ്ങൾ കൊണ്ടുവരുന്നു. റൗളയിലെയും ശർഹുൽ കബീറിലെയും ഉദ്ധരണികൾ കൊണ്ടുവരികയും ഉടൻ ഓരോ ഇബാറത്തുകൾക്കും തൻ്റേതായിട്ടുള്ള താഖുബാത്ത്, റദ്ദ്, പല രൂപത്തിലും ഷർഹാകാം, റദ്ദാകാം, അങ്ങനെയൊക്കെ വിശദീകരണം നൽകുന്ന ഒരു രീതിയാണ് ഖാദിമുശ് ശർഹി വർ-റൗള. മറ്റൊരു അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഖബായ സവായ. ഈ നുള്ളാറിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ വെറും ഇസ്തിദറാക്ക്, എന്തെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് മാത്രമല്ല ഈ നുള്ളാറിൻ്റെ സേവനം. അവർ ഈ നവവി ഇമാമിനെയും റാഫി ഇമാമിൻ്റെയും ഗ്രന്ഥങ്ങളെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൽ എന്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ എന്തെങ്കിലും റിവായത്തിലുള്ള വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ ബാബുകൾ മാറിപ്പോയതാകാം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളൊക്കെ വെളിവാക്കി വ്യക്തമാക്കി പറയുക എന്നതാണ് നുള്ളാറ് ഏറ്റെടുത്ത, അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുക എന്നുള്ള രൂപത്തിൽ ഏറ്റെടുത്തതല്ല, അവരുടെ സേവനങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഈ ഖബായ സവായ അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ ബാബിൽ അല്ലാതെ വന്ന മസ്അലകളെ ക്രോഡീകരിച്ച ഓരോ മദ്ഹബ്, ഓരോ വിഷയങ്ങളും അതിൻ്റെ ബാബിൽ അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന കിതാബാണ് ഖബായ സവായ എന്ന ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ തങ്ങളുടെ കിതാബ്. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം രചിച്ചത് എന്നുള്ളതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ അദ്ദേഹം അതിൻ്റെ മുഖദ്ദിമയിൽ കൊണ്ടുവരുന്നുണ്ട്. പലരും നവവി ഇമാമിൻ്റെ റൗളയിൽ നിന്ന് പണ്ഡിതന്മാർ ഇത്തരത്തിൽ അതിൽ റിവായത്തുകൾ ഇത്തരത്തിലുണ്ട്, അല്ലെങ്കിൽ നവവി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് റൗളത്തുൽ ത്വാലിബീനിൽ നിന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതും എന്നാലിത് കാണാതിരിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ഇത് നോട്ട് ചെയ്യുന്നത്. പലയിടത്തായിട്ടും ഓരോ ബാബുകൾ, മറ്റു ബാബുകളോട് ചോദിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊരുമിച്ച് കൂട്ടിയതാണ് ഖബായ സവായ എന്ന ഗ്രന്ഥത്തിൽ. ഉമർ ബിൻ റസ്ലാൻ അൽ ബുൽഖൈനി, മറ്റൊരു പണ്ഡിതനാണ് ബുൽഖൈനി ഇമാം, അൽ ഫവായിദുൽ മഹ്ള അല ശർഹി വർ-റൗള എന്നൊരു കിതാബ് ഈ വിഷയത്തിൽ വന്നതാണ്. പിന്നെ ഇതിൽ ഒരു നുള്ളാറിൻ്റെ ആദ്യകാലത്ത് വന്ന ഒരു മഹാനായ പണ്ഡിതനാണ് ഇബ്നു റിഫ്അ റഹിമഹുല്ലാ തങ്ങൾ, നജ്മുദ്ദീൻ ഇബ്നു റിഫ്അ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കിതാബ് കിഫായത്തുൻ നബീഹ് ഷർഹു തംബീഹ്. യഥാർത്ഥത്തിൽ
മഹാനായ നവവി ഇമാമിൻ്റെ കിതാബിന് ഷറഹല്ല കിഫായത്തുൻ നബീഹ്. കിഫായത്തുൻ നബീഹ് അത്തംബീഹ് എന്ന അബൂ ഇസ്ഹാഖ് ഷിറാസി റഹിമഹുല്ലാഹ് തങ്ങളുടെ കിതാബിൻ്റെ ഷറഹാണ്. എന്നാൽ കിഫായത്തുൻ നബീഹിൽ ഷിറാസി ഇമാമിൻ്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്നതോടൊപ്പം തൻ്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ 710 മഹാനായ നജ്മുദ്ദീൻ ഇബ്നു റിഫാ റഹിമഹുല്ലാഹ് തങ്ങൾ വഫാത്താവുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ നവവി ഇമാമിൻ്റെ റാഫി ഇമാമിൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതി കൂടി മഹാനായ ഇബ്നു റിഫാ തങ്ങൾ കിഫായത്തുൻ നബീഹിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നെസ് വെച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഷാഫി ഇമാമിന് ഇന്ന നെസ്സുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആയത്തുണ്ട് ഹദീസുണ്ട് എന്നത് മാത്രമാകണമെന്നില്ല ഈ ഇസ്തിദ്റാക്കിൻ്റെയും തഅഖുബിൻ്റെയും ആധാരം. പല രൂപങ്ങളുണ്ടാകാം. സ്വന്തം ഇസ്തിംബാത്ത് അല്ലെങ്കിൽ സ്വന്തം ഫഹ്മ് ഇതെല്ലാം അതിന് കാരണമായിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ മഹാനായ നമ്മുടെ ത്വഹാറത്തിൻ്റെ ബാബ് ചർച്ച ചെയ്യുന്നിടത്ത് മനിയ്യ് പുറപ്പെട്ടാൽ വുളു മുറിയുമോ എന്ന ചർച്ച. നമ്മളെ മദ്ഹബിലുള്ള മുഅ്തമദ് എന്ന് പറഞ്ഞാൽ വുളു മുറിയില്ല, കുളി നിർബന്ധമാകുമെന്നുള്ളതാണ്. നവവി ഇമാമും റാഫി ഇമാമും അത്തരത്തിലാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മഹാനായ അദ്റഈ ഇമാം അടക്കം അതുപോലെ തന്നെ ഇബ്നു റിഫാ ഇവരൊക്കെ കൊണ്ടുവരുന്നൊരു വിഷയം അവർ മുറിയുമെന്നുള്ളതിനെയാണ് അവർ റാജിഹാക്കുന്നത്. അത് മനിയ്യ് പുറപ്പെട്ടാലും വുളുവും മുറിയും എന്ന ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ മഹാനായ ഗസാലി ഇമാമ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായത്തെ റാഫി ഇമാമും നവവി ഇമാമും തഅ്വീൽ ചെയ്തത് ആ തഅ്വീൽ ശരിയല്ല എന്നും കൂടി ഇവർ ഉന്നയിക്കുന്നു. എന്ന് പറഞ്ഞാൽ മഹാനായ ഗസാലി ഇമാം ഈ വിഷയത്തുമായിട്ട് നടത്തുന്നൊരു ഇബാറത്ത് സബീലൈനിലൂടെ പുറപ്പെട്ട എന്തും വലൗകാന തോഹിറാണെങ്കിലും അതുകൊണ്ട് വുളു മുറിയുമെന്ന് മഹാനായ ഗസാലി ഇമാം പറയുന്നു. നവവി ഇമാമും റാഫി ഇമാമും ഗസാലി ഇമാമിൻ്റെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞു, ആ തോഹിറോണ്ട് ഉദ്ദേശ്യം മനിയ്യ് എന്നുള്ളതല്ല, അതുകൊണ്ട് ഉദ്ദേശം കല്ല് അല്ലെങ്കിൽ ദൂത് മറ്റ് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുറപ്പെട്ടാലും, സാധാരണ നമ്മൾ പറയുന്ന രക്തം, മൂത്രം, മലം ഇതല്ലാതെ പുറപ്പെട്ടാലും വുളു മുറിയും എന്നാണ് ഗസാലി ഇമാം ഉദ്ദേശിച്ചത് എന്നാണ് നവവി ഇമാമും റാഫി ഇമാമും തഅ്വീൽ ചെയ്തത്. പക്ഷേ ആ രൂപത്തിലല്ല. ഗസാലി ഇമാം യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചത് മനിയ്യ് തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് മഹാനായ ഇബ്നു റിഫാ തങ്ങളടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ. അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. മഹാനായ ഗസാലി ഇമാമിൻ്റെ ഉസ്താദായിട്ടുണ്ടായിരുന്ന ഇമാമുൽ ഹറമീനിൽ ജുവൈനി റഹിമഹുല്ലാഹ് തങ്ങൾ ഇതേ അഭിപ്രായമായിരുന്നു. ഇമാമുൽ ഹറമീനിൽ ജുവൈനിയുടെ മിക്ക അഭിപ്രായങ്ങളും അതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് മഹാനായ ഗസാലി ഇമാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു നഖലിൻ്റെ അതിൻ്റെ തഅ്വീലും അതുപോലെ തന്നെ അവരുടെ മറ്റു കാരണങ്ങളൊക്കെ ഇവർ ഇതിനായിട്ട് വിസ്തരിച്ച് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് ഈ കിഫായത്തുൻ നബീഹ് എന്ന മഹാനായ ഇബ്നു റിഫാ തങ്ങളുടെ കിതാബിനെതിരെ വന്ന മറ്റൊരു കിതാബാണ് അൽ ഹിദായ ഇലാ ഔഹാമിൽ കിഫായ. മഹാനായ അബ്ദുറഹീമുൽ ഇസ്നവി തങ്ങളുടെ ഒരു കിതാബാണ് അൽ ഹിദായ ഇലാ ഔഹാമിൽ കിഫായ. ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ മഹാനായ ഇബ്നു റിഫാ തങ്ങൾ നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും മറ്റു അഭിപ്രായങ്ങളൊക്കെ അല്ലെങ്കിൽ അതിലുള്ള ഇഖ്തിയാറാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ബഹുമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളും മർത്തബകളൊക്കെ വിശദീകരിച്ചതിന് ശേഷം മഹാനായ ഇസ്നവി ഇമാം പറയുന്നുണ്ട്, പക്ഷേ വമാ ദാലിക യസ്തമിലു അലാ ജുംലത്തിൻ അളീമത്തിൻ മിനൽ ഔഹാം വമാ യുഖാരിബുൽ വഹ്മ മിനൽ ഇത്ലാഖ് വൽ ഇഹാം തുടങ്ങിയിട്ടുള്ള ഇതിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ തിരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ള രൂപത്തിൽ അൽ ഹിദായ എന്ന ഗ്രന്ഥം ഉൾക്കൊള്ളിക്കുന്നു. പിന്നെ മറ്റൊന്ന് മഹാനായ ഇബ്നു റിഫാ തങ്ങളുടെ ഒരു കിതാബാണ് അൽ മുത്ലബുൽ ആലി ഷർഹ് വസീത്തുൽ ഗസാലി ഇമാമിൻ്റെ വസീത്തിന് ഷർഹായിട്ട് ഇബ്നു റിഫാ തങ്ങൾ എഴുതിയ കിതാബാണ് അൽ മുത്ലബുൽ ആലി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗസാലി ഇമാമിൻ്റെ കിതാബിനാണ് വിശദീകരണമെങ്കിലും നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും അഭിപ്രായങ്ങളെ ഖണ്ഡിച്ച് അതിനെ ഇസ്തിദ്റാഖ് ചെയ്ത് സ്വയം ഇഖ്തിയാറാത്ത് പറയുന്ന ഒരു രീതി കൂടി അദ്ദേഹം അതിൽ സ്വീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഇതിൽ തൊലിയത്തിലായിട്ട് എണ്ണപ്പെടുന്ന മഹാനായ അബ്ദുറഹീമുൽ ഇസ്നവി തങ്ങളെക്കുറിച്ചാണ് നമ്മൾക്ക് അടുത്തതായിട്ട് സംസാരിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് അൽ മുഹിമ്മാത്ത് ഫി ശർഹിർ റാഫി വറൗള. നമ്മളൊക്കെ എല്ലാ കിതാബുകളിലും ഫത്ഹുൽ മുഈൻ ആകട്ടെ തുഹ്ഫത്തുൽ മുഹ്താജ് ആകട്ടെ എല്ലാ കിതാബുകളിലും ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരു പണ്ഡിതനാണ് മഹാനായ അബ്ദുറഹീമുൽ ഇസ്നവി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ ഭിന്നതകളെ പലയിടത്തും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടും നമ്മുടെ ശേഷമുള്ള
എല്ലാ കിതാബുകളിലും ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ മുഹിമ്മാത്ത് ഫി ശർഹി റാഫി വറൗള. നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഈ മുഹിമ്മാത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ ഏറ്റെടുത്ത പണി നവവി ഇമാമിൻ്റെ റൗളത്തു ത്വാലിബീനും മഹാനായ റാഫി ഇമാമിൻ്റെ ശർഹുൽ കബീറും, ഇതിൽ രണ്ടിലും വന്ന പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് ഉദ്ധരിക്കുക എന്നതാണ് മഹാനായ ഇസ്നവി ഇമാം അതിൽ ഏറ്റെടുത്തൊരു പ്രധാന ദൗത്യം. 10ഓളം വാള്യങ്ങളുള്ള ഒരു വിശാലമായ ഗ്രന്ഥമാണ് അൽ മുഹിമ്മാത്ത് ഫി ശർഹി റാഫി വറൗള. ഈ 10 വാള്യങ്ങളിലും ഏറെക്കുറെ അദ്ദേഹം സംസാരിക്കുന്നത് ഈ 2 കിതാബുകളിലുള്ള പ്രശ്നങ്ങളെ ഉദ്ധരിക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും തർജിഹാത്ത് ഇഖ്തിയാറാത്ത് മാത്രമാവണമെന്നില്ല. ഈ രൂപത്തിൽ ചിലപ്പോൾ ലോവിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹിക്കായത്ത് ചെയ്തോട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ താറുലായി വരുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. അദ്ദേഹം അതിൻ്റെ മുഖദ്ദിമയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 20 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ റൗളയിലും ശർഹുൽ കബീറിലും വന്ന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയത് പ്രശ്നങ്ങളെ 20 ഞാൻ ഒതുക്കുന്നു. 20 രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതിൽ മുഴുവനായിട്ട് നമ്മൾക്ക് പറയാൻ സമയമില്ല. നമ്മൾക്ക് മുഹിമ്മാത്തൊക്കെ മത്ബൂആണ്, നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അക്കാലത്തുള്ള പണ്ഡിതന്മാരുടെ ചർച്ചകൾ എത്രത്തോളം സമ്പന്നമായിരുന്നു, അവരുടെ ഈ സേവനങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഉപകാരപ്പെടും. മഹാനായ ഇസ്നവി ഇമാം അതിൽ ഉദ്ധരിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം അവർ പരസ്പരം താറുള്ളായ വിഷയങ്ങളാണ്. ചിലപ്പോൾ നവവി ഇമാം ഒരിടത്ത് ഒരു വിഷയത്തിൻ്റെ ഒരു മസ്അല പറയും, അതിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ ഖിലാഫ് ഉണ്ട് എന്നുള്ള രൂപത്തിലല്ല പറയുക. മറ്റൊരിടത്ത് ഇതേ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം പറയും, അവിടെയും ഖിലാഫിലേക്ക് സൂചിപ്പിക്കില്ല. യഥാർത്ഥത്തിൽ ഒരേ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ആ 2 അഭിപ്രായങ്ങളും രണ്ടിടത്ത് ഈ അഭിപ്രായമാണ് ഇതിൽ റാജിഹി എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഈ അഭിപ്രായമാണ് ഇതിൽ ശരി എന്ന രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇതിനുള്ള കാരണങ്ങളും ഇസ്നവി ഇമാം തൻ്റേതായിട്ടുള്ള കാരണങ്ങളും കണ്ടെത്തുന്നുണ്ട്. മഹാനായ നവവി ഇമാമിന് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ധാരാളം കിതാബുകൾ രചിക്കാനും ഇൽമിന് സേവനം ചെയ്യാനും അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വദാലിക അന്നഹു ലമ്മാ തഅഹല ലിന്നളരി വത്തഹ്സീൽ റഅ മിനൽ മുസാറഅതി ഇലൽ ഖൈറാസ് അൻ ജഅല മാ യഹ്സുലുഹു വയഖിഫു അലൈഹി തസ്നീഫൻ യൻതഫിഉ ബിഹി നാദിറു ഫീഹി ഫജഅല തസ്നീഫഹു തഹ്സീല വതഹ്സീലഹു തസ്നീഫ. സ്വാഭാവികമായിട്ടും തഹ്സീൽ അല്ലെങ്കിൽ ഖിദ്മത്തിന് കുറേ അവസരങ്ങൾ ലഭിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഖൈറാത്തുകൾ, കൂടുതൽ നന്മകൾ, സേവനങ്ങൾ ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ നല്ല ഒരു ലക്ഷ്യമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ തസ്രീഫാത്ത് നടത്തുകയും ധാരാളം എല്ലാം എഴുതുകയും അതെല്ലാം തസ്രീഫാക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്നാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് മഹാനായ ഇസ്നവി ഇമാം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ റാഫി ഇമാമിൻ്റെ പല വിഷയങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന് റാഫി ഇമാമിൻ്റെ നുഖൂൽ. റാഫി ഇമാം ഇമാമുൽ ഹറമീനിൽ ജുവൈനി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന പല ഉദ്ധരണികളും തെറ്റാണ്, അല്ലെങ്കിൽ യഥാർത്ഥ രൂപത്തിലല്ല ഉദ്ധരിക്കുന്നത്. അതിന് മഹാനായ ഇസ്നവി ഇമാം കാരണം പറയുന്നുണ്ട്. ഇസ്നവി ഇമാം പറയുന്ന കാരണം റാഫി ഇമാമിൻ്റെ പക്കൽ യഥാർത്ഥത്തിൽ ഇമാമുൽ ഹറമീനിൽ ജുവൈനിയുടെ നിഹായയുടെ മഖ്തൂത്ത് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ കിതാബ് ഉണ്ടായിരുന്നില്ല. ആ കിതാബിൻ്റെ യഥാർത്ഥ കോപ്പി ഉണ്ടായിരുന്നത് ഇമാമുൽ ഹറമീനിൽ ജുവൈനിയുടെ വാരിസ്യങ്ങളുടെ പക്കലായിരുന്നു. അപ്പോൾ റാഫി ഇമാം എന്നും അവരുടെ പക്കൽ വന്ന് ആ കിതാബിൽ നിന്ന് കിതാബ് വായിച്ച് പിന്നീട് തസ്നീഫ് നടത്തുകയായിരുന്നു. അപ്പോൾ പിന്നീട് നടത്തുന്ന ഓർമ്മയിൽ നിന്നെടുത്ത് ആ തസ്നീഫ് നടത്തുമ്പോൾ തൻ്റെ ഓർമ്മയിൽ നിന്നെടുത്തിട്ടാണ് ആ നക്കലുകൾ ഉദ്ധരിക്കുന്നത്. അപ്പോൾ വന്ന പിഴവുകളായിരിക്കാം എന്ന് മഹാനായ ഇസ്നവി ഇമാം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല 20ഓളം പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അവസാനം ഉന്നയിക്കുന്നത് റൗളയിൽ മഹാനായ നവവി ഇമാം റാഫി ഇമാമിനെതിരെ എന്ന് പറഞ്ഞാൽ ശറഹുൽ കബീറിൻ്റെ വിശദീകരണം എന്നാണ്. ശറഹുൽ കബീറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ റൗളത്തു ത്വാലിബീൻ, അതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ വരുന്നു എന്നതാണ് മഹാനായ ഇസ്നവി ഇമാം സൂചിപ്പിക്കുന്നത്. എന്നാൽ മഹാനായ ഇസ്നവി ഇമാം ഇത്തരത്തിലൊരു സേവനം നടത്തി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രചന നടത്തി. ശേഷമുള്ള പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അക്കാലത്തുള്ള പണ്ഡിതന്മാർ തന്നെ ഈ മുഹിമ്മാത്തിനെതിരെ അനേകം ഗ്രന്ഥങ്ങൾ രചിക്കുന്നുണ്ട്. മുഹിമ്മാത്തിൻ്റെ മേൽ വിരചിതമായ ഏകദേശം 20-ലധികം ഗ്രന്ഥങ്ങൾ, മിക്കതും മത്ബൂ അല്ല,
20ലധികം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അൽ മുലിമാത്ത്, ബിറദ്ദിൽ മുഹിമാത്ത്, റദ്ദുൽ മുഹിമാത്ത്, താഖുബാത്ത് അൽ മുഹിമാത്ത് തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ. മുഖ്തസറുൽ മുഹിമാത്ത്, ഇഖ്തിസാർ ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെ 10ലേറെ ഉണ്ട്. ഈ ഇഖ്തിസാർ എന്ന് പറഞ്ഞാൽ വെറും ചുരുക്കൽ മാത്രമല്ല, ഇതിലൊക്കെ ഇസ്തിദ്റാക്കാത്തും വരും. മഹാനായ ഇസ്നവി ഇമാമിന്റെ ശിഷ്യന്മാരാണ് ഇബ്നുൽ ഇമാദുൽ അഖ്ഫഹ്സി, അതുപോലെ തന്നെ അബൂ സുറ. ഇവരൊക്കെ ശിഷ്യന്മാർ തന്നെ. അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മുഹിമ്മാത്ത് ഓതിയത് ഇസ്നവി ഇമാമിന്റെ പക്കൽ നിന്നാണ്. ഇസ്നവി ഇമാമിന്റെ പക്കൽ നിന്ന് മുഹിമ്മാത്ത് ഓതിയ പഠിച്ച പണ്ഡിതന്മാർ തന്നെ ഇസ്നവി ഇമാമിനെതിരെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫിഖ്ഹിലെ ഇഖ്തിലാഫാത്ത്, രസകരമായിട്ടുള്ള ഒരു മുബാഹദയുടെ ചർച്ചയുടെ ചരിത്രത്തിലെ രസകരമായ ചില ഏടുകളാണ് ഇതെല്ലാം. അപ്പോൾ ശിഷ്യന്മാർ തന്നെ ഉസ്താദിനെതിരെ, ഉസ്താദിൽ നിന്ന് പഠിച്ച അതേ ഗ്രന്ഥത്തിനെതിരെ രചനകൾ നിർവഹിക്കുന്നു എന്നതാണ് ഇതിലൊരു. മഹാനായ ഇസ്നവി ഇമാമിൻ്റെ മറ്റൊരു കിതാബാണ് വിഷയമായിട്ട് വന്ന ജവാഹിറുൽ ബഹ്റൈൻ ഫി തനാഖുലിൽ ഹബ്റൈൻ എന്നുള്ള. മഹാനായ നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും ഗ്രന്ഥങ്ങളിൽ പരസ്പരം നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്, എന്നാൽ അതിൻ്റെ മുമ്പ് വിരചിതമായിട്ടുള്ള സാധനമാണ്. മുഹിമ്മാത്തിൻ്റെയും മുമ്പ് വിരചിതമായിട്ടുള്ള കിതാബാണ് ജവാഹിറുൽ ബഹ്റൈൻ ഫി തനാഖുലിൽ ഹബ്റൈൻ. തനാഖുലാത്ത് അവർ പരസ്പരം വിരുദ്ധമായിട്ട് ഒരേ കിതാബിൽ പലയിടത്തും ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് ജവാഹിറുൽ ബഹ്റൈൻ. ഈ ജവാഹിറുൽ ബഹ്റൈനെതിരെ രചിച്ച കിതാബുകളാണ് തജന്നുബുൽ ലവാഹിർ ഫി റദ്ദിൽ ജവാഹിർ, മഹാനായ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ അസ്തി അൽ ഖുദ്സി അദ്ദേഹത്തിൻ്റെ തജന്നുബുൽ ലവാഹിർ. മഹാനായ മഹല്ലി ഇമാമിന്, നമ്മുടെ മിൻഹാജിൻ്റെ ഷാരിഹായിട്ടുള്ള മഹല്ലി ഇമാമിന് ഈ തജന്നുബുൽ ലവാഹിറിൻ്റെ ഒരു താലീഖൊക്കെ ഉണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. കൃത്യമായിട്ട് മത്ബൂആയിട്ട് ഇതൊന്നും ലഭ്യമല്ല. പിന്നെ ശേഷം വന്ന, നേരത്തെ സൂചിപ്പിച്ചു, ഇസ്നവി ഇമാമിൻ്റെ ശേഷം വന്ന പണ്ഡിതന്മാരെല്ലാം ഇസ്നവി ഇമാമിൻ്റെ എതിർപ്പുകളെ ഗൗനിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് നേരത്തെ മുഹിമ്മാത്ത് എന്നതിൻ്റെ മേൽ, കിതാബിൻ്റെ മേൽ തന്നെ വിരചിതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ, റംലി ഇമാമിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ തന്നെ ഏറെക്കുറെ വിഷയങ്ങളൊക്കെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തും ഇവിടെയുള്ള ഇസ്നവി ഇമാമിൻ്റെ അഭിപ്രായം ശരിയില്ല എന്ന രൂപത്തിൽ ഇസ്നവി ഇമാമിന് കൃത്യമായിട്ടുള്ള റദ്ദുകൾ കൊടുക്കുന്നതായിട്ട് കാണാം. നസ്, ഉദാഹരണത്തിന് ചുരുക്കി സൂചിപ്പിക്കുകയാണെങ്കിൽ, ഷാഫി ഇമാമിൻ്റെ നസ്സിനെതിരാവുന്നു എന്ന ഇസ്നവി ഇമാമിൻ്റെ വാദം അതൊരിക്കലും ശരിയാകില്ല. കാരണം ഷാഫി ഇമാമിൻ്റെ നസ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത് റാഫി ഇമാമിനേക്കാൾ കൂടുതൽ, പ്രശ്നങ്ങൾ കൂടുതൽ റാഫി ഇമാമിനേക്കാൾ കൂടുതൽ നവവി ഇമാമിനാണെന്ന് ഇസ്നവി ഇമാം സൂചിപ്പിക്കുന്നുണ്ട്. മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ചരിത്രങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്, കൂടുതൽ നസ് കിട്ടിയിട്ടുള്ളത് മഹാനായ നവവി ഇമാമിനാണ്. അതിനുള്ള പല ഉദാഹരണങ്ങളും. ഇങ്ങനെ മുഖ്താറായ ആളുകളുടെ അഭിപ്രായ പ്രകാരം അവരുടെ ചില അഭിപ്രായങ്ങൾ ഞാനും സ്വീകരിച്ചിരുന്നു, അതിനുശേഷം ഷാഫി ഇമാമിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു നസ് കണ്ടെത്തി എന്നൊക്കെ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ, റംലി ഇമാം ഇവരൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. ഫതാവൽ കുബ്ര, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുഹ്താജ്, മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ മിക്ക ഗ്രന്ഥങ്ങളിലും ഇസ്നവി ഇമാമിൻ്റെ റദ്ദ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നുള്ളാർ മദ്ഹബിന് ചെയ്തിട്ടുള്ളത് വലിയൊരു സേവനമാണ്. നവവി ഇമാമും റാഫി ഇമാമും ഒരു സാധനം ഇഖ്തിയാർ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു എന്ന രൂപത്തിൽ സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, ശേഷമുള്ള പണ്ഡിതന്മാർ ചെയ്തത്, അവര് കൃത്യമായി യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിയതിനാൽ തന്നെയാണ് അത് സ്വീകരിച്ചത് എന്നതിന് തെളിവാണ് ഈ നുള്ളാർ ഇത്തരത്തിൽ ഇഖ്തിയാറും ഇസ്തിദ്റാഖൊക്കെ നടത്തിയിട്ടും അതിനെല്ലാം മറുപടികൾ നൽകിയിട്ട് വീണ്ടും നവവി ഇമാമും റാഫി ഇമാമും സ്വീകാര്യരാകണം. കൂടുതൽ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമാക്കാനുള്ള വിഷയങ്ങളാണിതെല്ലാം. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.